സിന്നേഴ്സ് ഒരു കൂട്ടം പാപികളുടെ കഥയാണിത്. 19ാം നൂറ്റാണ്ടിലെ ആ മനോഹര കാഴ്ചകളിലൂടെ അന്നത്തെ കറുത്ത വർഗ്ഗക്കാരുടെ ഓരോ പ്രശ്നങ്ങളും നിലനിൽപ്പും കാണിച്ചു തരുന്ന ഒരു സിനിമ മാത്രമാണിതെന്ന് കരുതെങ്കിൽ തെറ്റി. ചില വമ്പൻ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങൾ കൂടി കാട്ടിപ്പോകുന്ന ഒന്നുകൂടിയാണ് സിന്നേഴ്സ്. പടമിറങ്ങി വൻ വിജയമായി ഈ നൂറ്റാണ്ടിന്റെ തന്നെ ബെസ്റ്റ് ഗോതിക് ഹൊറർ ചിത്രം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ ഈ ഒരു ഐറ്റം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് കടക്കാം പാപികളുടെ ലോകത്തേക്ക്. തൊട്ടുമുന്നേ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് മുതൽക്കേ ചില മനുഷ്യരുണ്ടായിട്ടുണ്ട് സംഗീതത്തിന്റെ യഥാർത്ഥ ശക്തി ഒപ്പിയെടുത്ത് അതുവഴി ജീവിതത്തെയും മരണത്തെയും മറനീക്കി കൊണ്ടുവരാൻ കെൽപ്പുള്ള കുറെ വിശിഷ്ടർ. കഴിഞ്ഞ കാലങ്ങളിലെയും വരാൻ പോകുന്ന കാലത്തെയും ആത്മാക്കളെയും മറ്റു ശക്തികളെയും അതുവഴി ആവാഹിക്കാൻ ശേഷിയുള്ള ദിവ്യന്മാർ. ചിലയിടങ്ങളിൽ അതിനെ ഫിലി എന്നറിയപ്പെട്ടു, ഫയർ കീപ്പേഴ്സ് എന്ന് മറ്റു പ്രദേശങ്ങളിലും. ആഫ്രിക്കയിൽ അതിനെ പറയുന്നത് ഗ്രിയോട്ട്സ് എന്നും. ഈ ഒരു അനുഗ്രഹം അവരുടെ കൂട്ടായ്മയ്ക്ക് ഏറെ സുഖകരവും ഹീലിംഗും ഉണ്ടാക്കുമെങ്കിലും അതേപോലെ തന്നെ തിന്മയെ ആകർഷിക്കുന്ന ഒന്നുകൂടിയായിരുന്നു ആ സംഗീതം. 1932 മിസിസിപ്പിയിൽ നിന്നാണ് സിന്നേഴ്സിന്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. വിന്റേജ് മോഡൽ കാറിൽ ശരീരമാസകലം മുറിവും ചോറിയുമൊക്കെയായി വന്നിറങ്ങുന്ന ഇവരാണ് സെയ്മി. 20 വയസ്സേ ആയിട്ടുള്ളൂ. എങ്കിലും ചെക്കൻ അടിപൊളിയൊരു ഗായകനും ഗിറ്റാറിസ്റ്റുമാണ്. അതും ആഫ്രിക്കൻസിന്റെ ബ്ലൂസ് എന്നൊരു പ്രത്യേകതരം സംഗീത രീതിയും. സെയ്മിയുടെ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയ്ക്ക് ഈ ബ്ലൂസിന് നല്ലൊരു പങ്കുണ്ട്. അത് വഴിയേ പറയാമേ. ഇപ്പോൾ കയ്യിൽ തകർന്ന ഗിത്താറുമായി അവശനായ അവൻ പള്ളിയിൽ തുറന്ന് അകത്ത് കയറുന്നതും അവിടെ പ്രാർത്ഥനയിലിരിക്കുന്ന സകലർക്കും ഞെട്ടൽ. പുരോഹിതനായ അവന്റെ അച്ഛൻ കാണുന്ന പാടെ തന്നെ സെയ്മി ഏതോ പൈശാചികതയുടെ വേട്ടയാളിൽ നിന്ന് രക്ഷപ്പെട്ട് വരുവാണെന്ന് മനസ്സിലാക്കി ഉച്ചത്തിൽ തന്നെ മകനെ അടുത്തേക്ക് വിളിക്കുന്നു. പാപങ്ങളുടെ നടുക്കടലിൽ നിന്ന് എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് അടുത്തേക്ക് വരുന്ന സെയ്മിക്ക് നടന്ന ഭീകരതയുടെ ഭീകരമായ കാഴ്ചകൾ മിന്നി മറയുന്നുണ്ട്. മുഖത്തൊക്കെ അള്ളിയ പാടുകൾ. സെയ്മി അച്ഛൻ വെട്ടിപ്പിടിച്ചിട്ട് നിന്റെ പാപങ്ങൾക്കെല്ലാം കാരണമായ ആ ഗിത്താർ താഴെ ഇടണമെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നത് കണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിറകൈകളോടെ അങ്ങനെ നിൽക്കുവാണ്. അതവൻ താഴെ ഇടുവോ? പക്ഷേ ഇതെല്ലാം എന്താണ്? ഗിറ്റാർ അങ്ങനെ അവനെ ഒരു പാപിയാക്കി. എല്ലാം അറിയാൻ നമ്മൾ ഒരു ദിവസം മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. തലേ ദിവസത്തെ കാഴ്ചകളിലേക്ക്. ആ ഗ്രാമത്തിൽ വിശാലമായി കിടപ്പുള്ള പരുത്തിപ്പാടങ്ങളിലാണ് സെയ്മിയുടെ ജോലി. ആഴ്ചയിൽ 6 ദിവസവും പഞ്ഞുകൾ ശേഖരിക്കുന്ന പണി കഴിഞ്ഞ് കിട്ടുന്ന ഒരു ദിവസം അവൻ എവിടെയെങ്കിലും പോയി പാട്ടുപാടി ചെലവഴിക്കും. അച്ഛൻ മിക്കപ്പോഴും പള്ളിയിലായതുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ അവൻ എപ്പോഴും കാത്തിരിക്കാനുള്ളത് അമ്മയാണ്. സെയ്മി ഇപ്പോൾ വീട്ടിൽ വന്ന് ഒരു എക്സൈറ്റ്മെന്റോടെ വിദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതറിയാൻ ഇന്നേരം മറ്റൊരിടത്ത് കാത്തു നിൽക്കുന്ന 2 പേരിലേക്ക് നമ്മൾ പോവുകയാണ്. സ്മോക്കും സ്റ്റാക്കും ഇരട്ടകളാണ്, ഐഡന്റിക്കൽ ട്വിൻസ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിലും പിന്നീട് ചിക്കാഗോയിലെ മാഫിയ ഫാമിലിയിലും നിന്ന് ഗുണ്ടായിസവും ആക്രമണവും നടത്തി ഇപ്പോൾ കൊള്ളയടിച്ചിരിക്കുന്ന പണവുമായി തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത് തൊട്ടുപിറകിൽ കാണുന്ന ആ സാമില്യം മേടിച്ചിട്ട് അവിടെ ഒരു ജൂക്ക് ജോയിന്റ് സെറ്റാക്കാനാണ്. ഈ ജൂക്ക് ജോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പബ്ബും ക്ലബ്ബും ഒക്കെ പോലെ ആട്ടവും പാട്ടും കുടിയും ഗാംബ്ലിങ്ങും ഒക്കെ നടത്തുന്ന ആഫ്രിക്കൻസിന്റെ മറ്റൊരു വേർഷൻ. പ്രോപ്പർട്ടി നോക്കാൻ വന്ന് നിൽക്കെ അവിടേക്ക് എത്തുന്ന അതിന്റെ നിലവിലെ ഉടമയായ ഹോഗുഡുമായി സാമിൽ തുറന്ന് അകമൊക്കെ ഒന്ന് കാണുവാണ്. ഈ ഹോഗുഡ് ആളൊരു റൈസിസ്റ്റാണ്. കറുത്ത വർഗ്ഗക്കാരോടും ജൂതർക്കുമൊക്കെ എതിരായുള്ള അടിച്ചമർത്തലും പീഡനങ്ങളും ഒക്കെ നടത്തി വന്നിരുന്ന കൂ ക്ലാക്സ് ക്ലാൻ എന്നൊരു തീവ്ര റൈസിസ്റ്റ് ഗ്രൂപ്പിലെ ഒരുവനാണ്. പുറമെ പ്രകടിപ്പിക്കുന്നില്ലേലും ഇയാൾക്ക് ബ്ലാക്സിനോട് പുച്ഛമാണ്. അങ്ങനെ നമ്മുടെ സ്മോക്കും സ്റ്റാക്കും സാമിലൊക്കെ കണ്ട് ബോധിച്ച് രൊക്കം പണം കൊടുത്ത് അതങ്ങ് വിലയ്ക്ക് മേടിക്കുകയാണ്. നിങ്ങളിവിടെ എന്തോ ചെയ്യാൻ പോവോ പിള്ളേരെ നിൽക്കുന്ന ഹോഗുഡിനോട് ഇവർ പറയുന്നു ആകട്ടെ, ഞങ്ങൾ പിള്ളേരല്ല, കുറച്ച് മൂത്തിട്ടുള്ളവർ തന്നെ. പൂത്ത പണവും കയ്യിലുണ്ട്, വേണ്ടി വന്നാൽ പ്രയോഗിക്കാൻ കൂർത്ത കത്തിയും തോക്കുമുണ്ട് എന്ന് നിന്നിട്ട് ഇനി അങ്ങോട്ട് നിങ്ങളെയോ നിങ്ങളുടെ ക്ലാൻസിനെയോ ഇവിടെ കാണാൻ പാടില്ലെന്നും കണ്ടാ പിന്നെ അവിടെ വെച്ച് തന്നെ തീർത്തേക്കുമെന്നും താക്കീത് നൽകി വിടുന്നു. ക്ലാനൊക്കെ എപ്പോഴേ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞ ഹോഗുഡ് പോകുന്നതിലും നമ്മുടെ ഇവിടുത്തെ ജാതി നോക്കുന്ന പോലെ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും അവിടെ ഉണ്ട് ഇത്തരം കൂട്ടങ്ങൾ. ഈ ഇരട്ടകളുടെ കസിനാണ് സെയ്മി. പുതുതായി തുടങ്ങുന്ന ഈ ജൂക്ക് ജോയിന്റിലേക്ക് പാടാൻ വിളിച്ചതിൻ്റെയാണ് അവനിൽ കാണുന്ന ആ എക്സൈറ്റ്മെന്റ്. എന്നാൽ അവൻ്റെ അച്ഛന് ഇവനിങ്ങനെ പാടി നടക്കുന്നതിനോട് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവനെ മുന്നിൽ വരുത്തി ഒന്ന് ഉപദേശിക്കാനായി വീട്ടിൽ നിന്ന് ഗിറ്റാർ എടുത്ത് പള്ളിയിൽ കൊണ്ടുവച്ച് നിൽക്കെ സെയ്മി പള്ളിയിലേക്ക് വരുവാണ്. ഞായറാഴ്ചയായ നാളെ കുർബാനയ്ക്ക് നീ വചനങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ നോക്കാൻ കൊടുക്കുമ്പോൾ അവനൊന്ന് വായിച്ചു നോക്കിയിട്ട് നേരം വൈകിയെന്ന് പറഞ്ഞ് ഗിറ്റാറും എടുത്ത് ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ട് അച്ഛൻ, നിനക്ക് പള്ളിയും ദൈവവും വിട്ടിട്ട് എന്തിനാണ് സമയമില്ലാത്തത്? കുടിച്ചു കൂത്താടുന്നവർക്ക് മുന്നിൽ പോയി എന്തിനാണ് കച്ചേരി നടത്തുന്നതെന്നും നീരസപ്പെടുന്ന അച്ഛനോട് ദിവസം മൊത്തവും പണി ചെയ്ത് ആകെ കിട്ടുന്ന ഒരു ദിവസമാണെന്നും എന്തായാലും നാളെ രാവിലെ എത്തിയേക്കാമെന്ന് പറഞ്ഞു നിൽക്കെ സ്മോക്കും സ്റ്റാക്കും അവിടേക്ക് എത്തി വിളിക്കുന്നത് കേട്ട് പോകുന്ന അവനോട് ഒരു മുന്നറിയിപ്പ് കൂടി. നീ ഇങ്ങനെ പിശാചിന്റെ സംഗീതവുമായി നടന്ന് ഒരു ദിവസം അവൻ നിന്റെ കൂടെ വീട്ടിലേക്ക് അങ്ങ് വരും. ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി പോകുന്ന സെയ്മിയെ നോക്കി നിൽക്കുന്ന അച്ഛനോട് ജീവനോട് തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞ് സ്മോക്കും സ്റ്റാക്കും നേരെ വിട്ടുപോകുന്നു. പല രാജ്യങ്ങളിലും അടിമളാക്കി വെച്ചിരുന്ന കറുത്തവർഗ്ഗക്കാർ രൂപപ്പെടുത്തിയൊരു സംഗീതമാണ് ഈ ബ്ലൂസ് എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ലാതെ ചുമ്മാ വായ്പാട്ടിൽ നിന്നാണ് 19ാം നൂറ്റാണ്ടിൽ ഈ രീതി ഉത്ഭവിച്ചത്. ബ്ലൂസ് എന്നത് പരിശുദ്ധവും അതേപോലെ മാജിക്കലുമാണെന്നാണ് ഇതിനെ ഇഷ്ടപ്പെടുന്നവർ വിശ്വസിക്കുന്നത്. അങ്ങനെ മൂവരും പോകവേ അടുത്ത സ്റ്റോപ്പ് ഒരു കുറ്റിക്കാടിനടുത്താണ്. ക്ലബിലേക്ക് വേണ്ട ബിയറുകളും അലങ്കാരങ്ങളും മറ്റുമെല്ലാം ഒരു വണ്ടിയിലാക്കി ഒളിപ്പിച്ചിരിക്കുന്നത് ഇവിടാണ്. മറയെല്ലാം നീക്കി മാറ്റുന്നത് ഒരണലി.
ഇരട്ടകൾ തന്നെ അസോൾട്ടായി കൊന്ന ശേഷം സ്മോക്ക് പറയുന്നത് ഇന്നെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഇന്നെന്തായാലും എല്ലാം സെറ്റാക്കിയിട്ട് അടുത്ത ആഴ്ച ഓപ്പണിംഗ് നടത്താം. വേണ്ട, സ്റ്റാക്കിനത് വയ്യ, എന്തായാലും സംഭവം നമ്മുടെ കയ്യിലായില്ലേ, ഈ മനോഹരമായ ദിവസം തന്നെ ഇതിന് തുടക്കമിടാം. നീലത്തൊപ്പി ധരിച്ചിരിക്കുന്നത് സ്മോക്കും റെഡ് ഹാറ്റർ സ്റ്റാക്കും. അങ്ങനെ ഇരുവരും സംസാരിച്ച് ഒരു ബുദ്ധിയിലെത്തുവാണ്, സ്പ്ലിറ്റ് ആവുക. കാരണം ഈ ശേഷിക്കുന്ന പകലിനുള്ളിൽ തന്നെ ക്ലബിന് വേണ്ട മറ്റ് പെർഫോമേഴ്സിനെയും കുക്കിനെയും സപ്ലൈസിനും ഒക്കെ സംഘടിപ്പിക്കുകയും വേണം, നാട്ടുകാരോട് ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നതായി അറിയിക്കുകയും വേണം. സപ്ലൈസിനെ മറ്റു ചിലരെയും തരപ്പെടുത്താൻ സ്മോക്ക് ആ ട്രക്കുമായി അവരുടെ പഴയ ഒരു ചൈനീസ് ഫ്രണ്ടിനടുത്തേക്ക് പോകുമ്പോൾ മറ്റു ജോലിക്കാരെ പിടിക്കാനും നാട്ടുകാരെ അറിയിക്കാനുമായി സ്റ്റാക്കും വണ്ടിയിൽ സേമിയുമായി പോകുന്നു. സ്വന്തം തടി നോക്കാൻ പോലും അറിയാത്ത സ്റ്റാക്കിനെ നോക്കിക്കോണമെന്ന് സേമിയെ പറഞ്ഞ് ഏൽപ്പിച്ചങ്ങനെ സ്മോക്ക് നഗരത്തിലേക്ക് എത്തി അവിടെ കാണുന്ന ഒരു കുട്ടിയെ വണ്ടി നോക്കാൻ ഏൽപ്പിച്ചിട്ട് ചൈനീസ് കൂട്ടം നടത്തിവരുന്ന ഗ്രോസറി ഷോപ്പിലേക്ക് പോകുന്നു. പെൺകുട്ടി ആദ്യം കുറിച്ച് പേടിച്ചെങ്കിലും പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാവൽ നിൽക്കുന്ന ഓരോ മിനിറ്റിനും പൈസ തരാമെന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ആരെങ്കിലും വണ്ടിയിലേക്ക് കുറേ നേരം നോക്കി നിന്ന ഹോൺ അടിക്കണമെന്ന് പറഞ്ഞ് പഴയ സുഹൃത്തിനെ കാണാൻ എത്തുമ്പോൾ എന്നാൽ സ്മോക്കിന് ചെറിയൊരു പരിങ്ങലുണ്ട്. കാരണം 7 വർഷത്തിന് ശേഷമാണ് ഗുണ്ടാ പണിയൊക്കെ കഴിഞ്ഞ് ഇവർ വീണ്ടും ഇവിടെ പൊങ്ങിയിട്ടുള്ളത്. ഗ്രേസും ബോച്ചോയെ കണ്ടുമുട്ടി കെട്ടിപ്പിടിച്ച് കാര്യം പറയാൻ തുടങ്ങുന്നതും ട്രക്കിൽ നിന്ന് ഹോൺ മുഴങ്ങുന്നത് കണ്ട് ചെന്ന് നോക്കുമ്പോഴോ രണ്ടോമാർ അതിൽ നിന്ന് ഓരോന്ന് മോഷ്ടിക്കാൻ നോക്കുവാണ്. പിന്നൊന്നും നോക്കാതെ സ്മോക്ക് തോക്കെടുത്ത് ഒരുത്തൻ്റെ ചന്തിക്ക് നോക്കി ഒരു വെടി. ആളെ കാണുന്നതും അയ്യോ ഇത് അണ്ണൻ്റെ വണ്ടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞേയില്ല എന്ന് നിൽക്കുന്നതിന് പിറകെ മറ്റവൻ്റെ കാലിലും ഒരു വെടി വെച്ചിട്ട് പോകുന്നു. ഈ സ്റ്റാക്ക് സ്മോക്ക് ഇരട്ടകൾ എന്നത് നാട്ടുകാർക്ക് പേടി സ്വപ്നമായ ഒരു ഗ്യാങ്സ്റ്റർ സംഘമാണ്. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും പറയാനും ഒന്നും വരില്ല, കിട്ടിയ ജീവനം കൊണ്ട് പൊക്കണം, അത്ര തന്നെ. അങ്ങനെ ബോച്ചോ ഗ്രേസ് ജോഡിയെ കണ്ടുമുട്ടി എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ നീങ്ങി ആവശ്യത്തിന് ക്യാഷ് എറിഞ്ഞ് രണ്ടുപേരെയും സെറ്റാക്കുവാണ്. പോരാത്തതിന് ക്ലബിന് വേണ്ടി സൈൻ ബോർഡിനും അവിടെ കാണുന്ന കുറച്ച് പൂക്കൾക്കും പൈസ വേറെ. ഇത്രയും പണം എവിടെ നിന്ന് അതിശയിക്കുന്ന അവരുണ്ടോ അറിയുന്നു ഇതെല്ലാം കൊള്ളയടിച്ചതാണെന്ന്. ഇതേ സമയം സെയ്മിമോത്ത് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കെ സ്റ്റാക്കിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇവരുടെ കുട്ടിക്കാലം അത്ര നല്ലതായിരുന്നില്ല. നമ്മുടെ ലാസ്റ്റ് ഓഫ് അസിലെ ജോയലിനെയും ടോമിയും പോലെ ഇവർക്കും അച്ഛൻ്റെ വക നല്ല പീഡനമായിരുന്നു കിട്ടിയത്. പ്രത്യേകിച്ച് സ്റ്റാക്കിനാണ് കൂടുതലും കിട്ടാറ്. അങ്ങനെ സഹികെട്ട് സ്വന്തം അച്ഛനെ വരെ കൊന്നവനാണ് ഈ സ്മോക്ക്. തിരിച്ചു പോകുമ്പോൾ കാർ ഓടിക്കാൻ തരാമെന്ന് സെയ്മിയോടും അവൻ്റെ മനോഹരമായ പാട്ട് കേട്ട് അമ്പരുന്ന സ്റ്റാക്കും ഒടുവിൽ ടൗണിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ തന്നെ കാണാം അന്നുണ്ടായിരുന്ന കറുപ്പിനോടുള്ള വെളുപ്പിൻ്റെ വിവേചനം. വെള്ളക്കാർക്ക് മാത്രം ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ ഒരു വശത്തും ഉടുത്തൊരുങ്ങി നടക്കുന്ന വെള്ളക്കാർക്കിടയിൽ ദരിദ്രരായും യാചകരുമായും ഒക്കെ നിൽക്കുന്ന ഒരു വിഭാഗം കറുത്തവർ മറുവശത്തും. സ്റ്റാക്ക് അവിടെ എത്തിയിട്ടുള്ളത് ഡെൽറ്റ സ്ലിം എന്നൊരു കുടിയനായ സ്ട്രീറ്റ് പെർഫോമറെ തേടിയാണ്. അയാൾ നല്ലോണം പിയാനോ വായിക്കും. പണ്ട് മുതൽക്ക് സ്റ്റാക്കിന് അയാളെ അറിയാവുന്നത് പോലെ തന്നെ അവനെ കാണുന്നതും ഗുണ്ട വീണ്ടും എത്തിയോ എന്നങ്ങനെ പറഞ്ഞിരിക്കെ വരാൻ വിളിക്കുന്നതിലും ഒരു തരത്തിൽ അടുക്കുന്നില്ല. കാരണം എല്ലാ ശനിയാഴ്ചയും അയാൾ പിയാനോ വായിക്കാൻ പോകുന്നൊരു ബാറുണ്ട്. അതൊഴിവാക്കി കേട്ടുകേളിവ് പോലും ഇല്ലാത്ത സ്റ്റാക്കിൻ്റെ ക്ലബ്ബിൽ വരണയിൽ നല്ല പൈസ വേണമെന്നിരിക്കുന്ന ഡെൽറ്റ സ്ലിമ്മിനെ വില കൂടിയൊരു ഐറിഷ് ബിയർ കാട്ടി ഇതുപോലെ 100ഓളം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നതോടെ അയാൾ അതിൽ വീഴുന്നു. തുടർന്ന് സെയ്മിയും ഡെൽറ്റയും വെച്ച് ഒരു ചെറിയ പെർഫോമൻസിലൂടെ ക്രൗഡിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന ശേഷം സ്റ്റാക്ക് പുതിയ ജോക്ക് ജോയിന്റ് രാത്രി അരങ്ങേറാൻ പോകുന്നതിനെ പറ്റിയും ആർത്തുല്ലസിക്കാനും അർമാദിക്കാനും കാശുമായി പോരെയെന്ന് അറിയിപ്പും കൊടുക്കുന്നു. റേസിസം നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെ ജൂക്ക് ജോയിൻ്റൊക്കെ അവിടെ വളരെ വിരളമാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ട്രെയിനിൽ കയറാൻ വന്നൊരു വെളുത്ത സ്ത്രീ സ്റ്റാക്കിനെ കണ്ട് നീരസത്തോടെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്ന സെയ്മി വന്ന അയാളോട് പറയുമ്പോഴാകട്ടെ ആ സ്ത്രീ അടുത്ത് വരുന്നത് കണ്ട് അവനോട് കുറച്ചു നേരം മാറി നിൽക്കാൻ പറയുന്നു. സംഭവം സ്റ്റാക്കിനെ കാവുകയാണത് ആയിരുന്നു എന്ന് പറയാം. മേരി കൂടെ കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ കടന്നു കളഞ്ഞതിൽ പിന്നെ അവൾ എപ്പോഴാണ് അവനെ കാണുന്നത്. അതിൻ്റെ സകല ദേഷ്യവും കാണിക്കുന്ന അവളോട് സ്റ്റാക്ക് പറയുന്നതോ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരുന്നെന്ന്. മേരി ഇവിടെ പോയി നിൽക്കുന്നതിൻ്റെ കാണാൻ തിരക്കവേ അവളുടെ അമ്മ മരണപ്പെട്ടതറിഞ്ഞ് വന്നതാണ്. അടക്കം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരമാണ് സ്റ്റാക്കിനെ കണ്ടത്. എന്തായാലും കട്ടിൽ കിടന്ന് പട്ടിണി കിടക്കാതെ മരിച്ചത് നന്നായെന്ന് പറയുന്ന അവനോട് നീ നരകത്തിൽ പോകൂടാന്ന് പ്രാഗി അവൾ പോകുന്നു. അങ്ങനെ സ്റ്റാക്കും സേമിയും ഡെൽറ്റ സ്ലിമിനെ ചാക്കിലാക്കി അടുത്തതെത്തുന്നത് പരുത്തിപ്പാടത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പഴയ സുഹൃത്തിനടുത്ത് കോൺ ബ്രെഡ്. അയാൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം കാണുന്ന അടുപ്പക്കുറവെല്ലാം കാണിച്ചു നിൽക്കെ നല്ല പൈസ തടയുന്ന പണിയുണ്ടെന്ന് വിളിക്കുന്നതിലും അടുക്കുന്ന മട്ടില്ല. കിട്ടാൻ പോണ പൈസ എത്രയാണെന്നറിഞ്ഞാൽ നിന്റെ ഭാര്യ സ്നേഹിച്ച് കൊല്ലുമെന്ന് പറയുന്നതും ദേഷിക്കുന്ന കോൺ ബ്രെഡിന് മീതെ നിന്ന് അയാളുടെ ഭാര്യ ചോദിക്കുവാണ് എത്ര രൂപ കിട്ടും. അങ്ങനെ ജൂക്ക് ജോയിൻറ്റിനുള്ള ബൗൺസറും ആയിരിക്കുവാണ്, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ് അത് തന്നെ. നമ്മുടെ സ്മോക്ക് ചൈനീസ് സുഹൃത്തുക്കളെ സെറ്റാക്കിയിട്ട് എത്തുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്ടിലേക്കും. അത് അയാളുടെ വീടാണ്. മുമ്പ് പൂക്കൾ മേടിച്ചത് അവിടെ അടക്കിയിരുന്ന അയാളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ഷിക്കാഗോയിലെ മാഫിയ കുടുംബത്തിലേക്ക് കടന്ന ശേഷം 7 വർഷങ്ങൾക്കിപ്പുറമാണ് ഉപേക്ഷിച്ചുപോയ ഭാര്യയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. സ്മോക്കിൻ്റെ ഭാര്യ ആനിക്ക് അതിൻ്റേതായ എല്ലാ കടുപ്പവുമുണ്ട്. അവർക്ക് ഈ വിശ്വാസവും കുറച്ച് മന്ത്രവാദവും ജപിച്ചു കൊടുക്കൽ പരിപാടിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. പണവും പവറുമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന സ്മോക്കിന് ഇതൊന്നും വിശ്വാസമില്ലെങ്കിലും ആനി കൊടുത്ത റിയലസ് എപ്പോഴും കഴുത്തിൽ തന്നെ കിടപ്പുണ്ട്, ഓർമ്മിക്കുന്ന പോലെ. എന്തായാലും അവരെയും പറഞ്ഞ് ശരിപ്പെടുത്തിയെടുത്ത് ക്ലബിലെ ഫുഡിന് വേണ്ട കുക്കും സെറ്റായിട്ടുണ്ട്. അങ്ങനെ സെക്യൂരിറ്റിയായി കോൺബ്രെഡും കുക്കായി ആനിയും മകൾ ലീസയെ കടനോക്കാൻ ഏൽപ്പിച്ചു വരുന്ന സപ്ലൈസായി ചൈനീസ് സുഹൃത്തുക്കളെയും പെർഫോമേഴ്സായി ഡെൽറ്റയും സേമിയയും കൂട്ടി ഒരു പൊളപ്പൻ നൈറ്റ് പാർട്ടിക്കുള്ള അറേഞ്ച്മെൻറ്റ്സിന് ഒരുങ്ങുമ്പോൾ ഇനിയാണ് കഥ ആരംഭിക്കുന്നത്.
അസ്തമയത്തോടെ തിരുട്ടി തുടങ്ങുന്ന സമയത്ത് വിശാലമായൊരു പറമ്പിന് നടുവിലെ വീട്ടിലേക്ക് അവശനായി ഓടിയെടുക്കുകയാണ് ഒരുവൻ. ശരീരത്തിൽ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. അവൻ ഓടിയെത്തി ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഒരു സംഘം തന്നെ കൊല്ലാൻ വരുന്നെന്നും രക്ഷിക്കണേന്ന് യാചിച്ച് നിൽക്കുന്നത് കണ്ട് വീട്ടുകാർ പറ്റില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന കഥ അടയ്ക്കാൻ ഒരുങ്ങവേ ഭാര്യ ഒറ്റയ്ക്കാണെന്നും കയ്യിൽ ധാരാളം സ്വർണ്ണമുണ്ട്, അതിനുവേണ്ടിയാണ് അവർ കൊല്ലാൻ നോക്കുന്നത്, അത് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നതും അവരതിൽ വീണങ്ങനെ അവനെ അകത്തു കയറ്റുന്നു. അധികം വൈകാതെ തന്നെ കുതിരപ്പുറത്തും വണ്ടിയിലുമൊക്കെ തോക്കും പിടിച്ച് അവൻ പറഞ്ഞ ചോക്ടൗ എന്ന ഒരു അമരേന്ത്യൻ സംഘമെത്തി അപരിചിതനായി ആരെങ്കിലും ഇവിടെ വന്നിരുന്നു തിരക്കുമ്പോൾ ഈ സംഘം സത്യത്തിൽ വാമ്പയർ ഹണ്ടേഴ്സാണ്. അപ്പോൾ മറ്റവൻ്റെ കാര്യം പറയണ്ടല്ലോ, അവനൊരു വാമ്പയറാണ്. അതറിയാതെ ഇവരവനെ ഒളിപ്പിച്ചിട്ട് ഇപ്പോൾ തോക്കുമായി നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ലെന്ന് നിൽക്കുന്നതും സംഘത്തിലെ ഒരുവൻ വിളിച്ച് പൂർണ്ണമായും അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ കാട്ടി ഇനി നമ്മളിവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് താവളത്തിലേക്ക് എത്തണമെന്ന് പറയുന്നതും തലവൻ ആ ലേഡിയോടായി ഒരു മുന്നറിയിപ്പ് നൽകി പോകുന്നു. അവൻ കാണുന്ന പോലല്ല, വീട്ടിലേക്ക് കയറ്റുന്നത് ദൈവനിന്ദയാണ്. എന്തായാലും നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞ് അവർ തോക്കും വെച്ചിട്ട് ഒളിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഭർത്താവിനെ വിളിക്കേ അനക്കമില്ല. അകത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നതോ ഭർത്താവിനെ കടിച്ചു കൊന്നിട്ടിരിക്കുന്നു. കണ്ണ് തിളങ്ങി നിൽക്കുന്ന ആ വാമ്പയർ റെയ്മിക്. ഭർത്താവും വാമ്പയറായി മാറി എഴുന്നേറ്റ് അങ്ങനെ എണ്ണം കൂടുമ്പോൾ ആ രാത്രി പാർട്ടി തകർത്തരങ്ങേറുന്ന ജൂക്ക് ജോയിൻറ്റും. അനൗൺസ്മെൻറ്റ് സമയത്തുണ്ടായിരുന്നത് മറ്റുമായി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഓപ്പണിങ്ങിന്. പോസ്റ്റിൽ നിന്ന് കറണ്ട് ക്ലിയറാക്കുകയും സൈൻ ബോർഡൊക്കെ സെറ്റാക്കി അങ്ങനെ ഓരോരുത്തർ ആഘോഷിക്കാൻ വന്നുകൊണ്ടേയിരിക്കെ അവരെ നോക്കി സ്വാഗതം ചെയ്യുന്ന കോൺബ്രെഡും. ഉള്ളിൽ ഡെൽറ്റയുടെ പിയാനോ സംഗീതവും ഡാൻസും മദ്യവും ഗെയിംസുമൊക്കെ നല്ല സെറ്റ് വൈബാണ്. എന്നാൽ ഒരു പ്രശ്നം, ബിയറും മറ്റും മേടിക്കുന്ന ചിലർ പൈസ തികയാതെ വരുന്നതിനെ തുടർന്ന് കൊടുക്കുന്നതാകട്ടെ സ്ക്രിപ്പും. ക്യാഷിന് പകരമായുള്ള ഒരു സംഭവമാണ് സ്ക്രിപ്പ്, ഒരുതരം വൗച്ചറൊക്കെ പോലെ. ഈ കോയിൻസുമായി ചില പ്രത്യേക കമ്പനീസോട് ചെന്നാൽ ക്യാഷിന് പകരം കൊടുത്ത് ഓരോ സാധനങ്ങളും മേടിക്കാം. ഇത് കാണുന്ന സ്മോക്കിന് അതത്ര പിടിക്കുന്നില്ല. എന്നാലും സ്റ്റാക്ക് ഈ സ്ക്രിപ്പും കൂടി മേടിച്ച് കച്ചവടം നടത്തുന്നതിന് പിറകെ നടക്കുന്ന സംഭാഷണത്തിൽ സ്മോക്കിൻ്റെ അഭിപ്രായം പണമായി തന്നെ മേടിക്കണം, അല്ലാതെ ഈ സ്ക്രിപ്പ് മേടിച്ചാൽ സാധനങ്ങൾ മേടിക്കാനുള്ള വേറൊരു ഗുണവും അതുകൊണ്ടുണ്ടാവില്ല. സ്റ്റാക്ക് മാനിയമാകട്ടെ എന്തായാലും ആദ്യ ദിവസമല്ലേ, കുറച്ച് പേരെ ഇങ്ങനെ കാണത്തുള്ളൂ, രാവോളം പാടത്ത് പണിയെടുത്തിട്ട് വന്നവരല്ലേ, തൽക്കാലം ഒരു വിട്ടുവീഴ്ച ചെയ്തേക്കാം എന്ന നിലപാടിലും. മുമ്പ് കസിൻ്റെ ചില സൈറ്റഡി ടിപ്പ് കേട്ട് ടൗണിൽ വെച്ച് സേമി അനൗൺസ്മെൻറ്റ് കേൾക്കാനെത്തിയ ഒരു ലേഡിയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയിരുന്നു, പെർലീൻ. രാത്രി വരാൻ ചുമ്മാ വിളിച്ചു നോക്കിയതാണേലും അവളെ പോയി തിരിക്കുകയാണ്. സേമി ഈ പേർലീനുമായി കമ്പനി കൂടാവേ അടുത്തത് മേരി. പഴയ കൂട്ടായി അവളെ കണ്ട് കോൺബ്രെഡും ഒന്ന് വണങ്ങി കാര്യങ്ങൾ തിരക്കി അമ്മയുടെ വിയോഗത്തിൽ ഖേദമറിയിച്ച് അകത്തേക്ക് കയറ്റവേ ഇവളെ കാണുന്ന സേമി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി മേരിക്കടുത്ത് വന്ന് താൻ സ്റ്റാക്കിൻ്റെ കസിനാണെന്നും പകലെന്തോ പ്രശ്നമുള്ളതായി തോന്നി. അതുകൊണ്ട് അവർ കാണുന്നതിന് മുന്നേ പോകാൻ പറഞ്ഞങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ മേരിക്കും സ്റ്റാക്കിനും ഇടയിലെ ആ റൂട്ട് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. ചെറുപ്പത്തിൽ അച്ഛൻ മരണപ്പെട്ട ശേഷം ഇരട്ടകളെ നോക്കിയത് ഈ മേരിയുടെ അമ്മയായിരുന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞങ്ങനെ മേരി സ്റ്റാക്കുമായി പ്രണയത്തിലായി. ഒടുവിൽ വേദനയോടെ തന്നെ അവൻ ഇട്ടിട്ട് പോകാനും കാരണമുണ്ട്. സേമിയെ കണ്ടുവന്ന് സംസാരിക്കുന്ന സ്റ്റാക്ക് പറയുന്നത് അത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയായിരുന്നു. ഇങ്ങനൊരു ഇന്റർ റേഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അന്നത്തെ റേസിസ്റ്റുകളുടെ കയ്യിൽ കിട്ടിയാൽ ഇവിടെ നശിപ്പിക്കാനുള്ള സാധ്യത വരെ ഉള്ളതുകൊണ്ട് നിർബന്ധിച്ച് ഒരു വെള്ളക്കാരനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്തു. ജീവിക്കാനായി കൃഷിഭൂമിയും മേടിച്ചു കൊടുത്തു. അമ്മ മരിച്ചിട്ട് പൂക്കൾ അർപ്പിക്കാൻ പോലും വന്നില്ലെന്ന് പരിഭവിക്കുന്ന മേരിക്ക് സ്മോക്കിൽ നിന്ന് മറുപടി കിട്ടുന്നുണ്ട്. ഞങ്ങൾ ധാരാളം പൂക്കൾ അവർക്ക് അയച്ചു നൽകിയിട്ടുണ്ട്, അത് കാണാനും മണക്കാനും പറ്റുന്ന സമയത്ത്. അങ്ങനെ വേദനയോടെ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന സ്റ്റാക്കിൻ്റെയും മേരിയുടെയും ഉള്ളിലെ സ്നേഹം വീണ്ടും ജ്വലിക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് നടത്തി നമ്മുടെ ഡെൽറ്റാസിലും വന്നിരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരു നവഗായകനെ പെർഫോം ചെയ്യാൻ ക്ഷണിക്കുവാണ്. എല്ലാവർക്കും താല്പര്യമുള്ള ബ്ലൂസ് സംഗീതം അവതരിപ്പിക്കാനിതാ സേമി എത്തുന്നു. അങ്ങനെ വന്നു നിന്ന് സ്വയം പരിചയപ്പെടുത്തി ഗിറ്റാറിൽ ഒരിച്ച് പാടാൻ തുടങ്ങുവാണ്. അച്ഛനോട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് പാടുന്ന ഗാനത്തിൻ്റെ വരികളിൽ നിന്ന് വ്യക്തമാവുന്നത് ബ്ലൂസിനെ വെറുക്കുന്ന അച്ഛൻ്റെയും ഇഷ്ടപ്പെടുന്ന മകൻ്റെയും ജീവിതവും. അങ്ങനെ ഗംഭീരമായി പാടിപ്പാടി എല്ലാവരും അതിൽ അലിഞ്ഞു ചേർന്ന് സകലതും മതിമറന്ന് മൊത്തത്തിൽ ഒരു സ്വർഗീയ ആംബിയൻസിൽ നിൽക്കുമ്പോൾ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയില്ലേ? സംഗീതത്തിൻ്റെ യഥാർത്ഥ ശക്തി ഒപ്പിയെടുത്ത് അതുവഴി ജീവിതത്തെയും മരണത്തെയും മറന്നേക്കി കൊണ്ടുവരാൻ കേൾപ്പുള്ള കുറേ ഐതിഹാസിക മനുഷ്യർ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെയും വരാൻ പോണ കാലത്തെയും ആത്മാക്കളെ അതുവഴി ആവാഹിക്കാൻ ശേഷിയുള്ള ദിവ്യന്മാർ. ഇതായിപ്പോൾ സേമിയുടെ ഈ ലയിപ്പിക്കുന്ന സംഗീതത്തിൽ അവിടെ രക്തരക്ഷസുകൾ എത്തി നിൽക്കുകയാണ്. റെയ്മിക്കും വാമ്പയറായി മാറിയ മറ്റു രണ്ടുപേരും ദൂരെ നിന്ന് അതിശയത്തോടെ ആ സംഗീതം കേട്ടു നിൽക്കുന്നു. അറിയാതെ ആണെങ്കിലും സേമി അവൻ്റെ സംഗീതം വഴി ദുരാത്മാക്കളെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവരങ്ങോട്ടേക്ക് കയ്യിൽ കുറച്ച് സംഗീതോപകരണങ്ങളുമായി നടക്കുമ്പോൾ സേമി പെർലീനെ സെറ്റാക്കി അവളുമായി റൊമാൻസിൽ ഏർപ്പെടവേ സ്റ്റാക്ക് സ്മോക്ക് ടിൻസ് ഇതുവരെ കിട്ടിയ ക്യാഷിൻ്റെ കണക്കിനെ പറ്റി സംസാരിക്കുകയാണ്. പണം കുറവാണ്, സ്ക്രിപ്പാണ് കൂടുതലും. ഇങ്ങനെ ആണെങ്കിൽ 2 മാസത്തിനുള്ളിൽ കീശ കാലിയാമെന്ന് സ്മോക്ക് നിൽക്കുമ്പോൾ റെയ്മിക്കും കൂട്ടരും കോൺബ്രെഡിനടുത്തെത്തി നിങ്ങളുടെ മനോഹര പാർട്ടിയിലേക്ക് ഞങ്ങളെ കടത്തിവിടുമെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ ബൗൺസർ നോക്കുമ്പോഴോ എല്ലാം വെള്ളക്കാരാണ്. എന്തോ ഉടായിപ്പോയി വന്നിട്ടുള്ളതാണെന്ന് തോന്നി ഉടമസ്ഥരെ വിളിപ്പിച്ച് ട്വിൻസ് എത്തി കാര്യം തിരക്കുവാണ്. കുറച്ച് ദൂരെ നിന്നാണ്, മാത്രമല്ല സംഗീതവും അറിയാം. ഇവിടുത്തെ ബ്ലൂസ് മ്യൂസിക് കേട്ട് ഇങ്ങോട്ടേക്ക് എത്തിയാണെന്ന് പറഞ്ഞ് സേമിയെ കണ്ട് ഓ നീയാണല്ലേ പാടിയത് എന്ന് അവരെന്തിച്ച ശേഷം അവരെ അകത്തേക്ക് കടത്തിവിടാനായി അവിടെ നിന്നൊരു പാട്ടും പാടുവാണ്.
ഇത് കണ്ട് നല്ല രസം തോന്നുന്നതിലും വേണ്ട, ടൗണിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് പറ്റിയ വെള്ളക്കാരുടെ ധാരാളം പാർട്ടി കാണുമെന്ന് സ്മോക്ക് അവരെ പറഞ്ഞു വിടുന്നു. അവർ പതിയെ തിരിച്ച് നടന്നു പോകുമ്പോൾ ആനിക്ക് എന്തോ ഒരു റോങ് അടിക്കുന്നുണ്ട്. ഇനി അവറ്റകളെ അകത്തേക്ക് കടത്തിവിട്ട് അകത്തുള്ളവരുമായി എന്തേലും തട്ടലും മുട്ടലും ഉണ്ടായാൽ പിന്നെ മുട്ടൻ വിഷയമാവും എന്നുള്ളത് കൊണ്ട് സ്മോക്ക് അവരെ പറഞ്ഞുവിട്ട ശേഷം തിരിച്ചു പോയങ്ങനെ സൈമിയുമായി സംസാരിക്കുവാണ്. എന്തായാലും അവൻ്റെ കഴിവ് ഇതുവരെ കണ്ടതിൽ വെച്ച് അപാരമെന്ന് പ്രശംസിച്ചു നിൽക്കെ സൈമി പറയുന്നത് ഈ ഒരു ദിവസം അവരെന്തോ പറക്കുന്ന പോലെ അത്രയ്ക്ക് സുഖമുണ്ട്. എന്നാൽ പാടത്തെ പണിയുമായി നടക്കാതെ നാടുവിട്ട് പോകാൻ നിൽക്കുവാണ്. പക്ഷേ എങ്ങോട്ടൊന്നും പിടിയില്ല. ഇന്നേരം സ്റ്റാക്ക് നിലവിലെ ക്യാഷിനേക്കാളും കൂടുതൽ മറ്റേ കോയിനാണെന്നും അത് പ്രശ്നമാണെന്നും പറഞ്ഞു വരുന്നത് കേട്ട് മേരി ആ പോയവരുടെ കയ്യിൽ ചിലപ്പോൾ നല്ല പൈസ ഉണ്ടായിരുന്നെങ്കിലോ അവർ ചിലവാക്കാനായി തന്നെ വന്നതായിരുന്നെങ്കിലോ എന്ന് സംശയിക്കുന്നതിലും അവൻ അതിനെ എതിർത്ത് അവർ ചിലപ്പോൾ പ്രശ്നക്കാരായിരിക്കും എന്ന് പറയുന്നതിലും മേരി എന്തായാലും അധികം ദൂരെ പോയി കാണില്ല, ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് നിൽക്കുന്നു. എന്നാൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, അവർക്ക് നിന്നോട് പറയാൻ പറ്റുന്നതിനേക്കാൾ എന്നോട് പറയാൻ കഴിയും. അങ്ങനെ വെള്ളക്കാരി മേരിക്ക് ധൈര്യത്തിനായി തോക്കും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ സൈമിയുടെ സംസാരത്തിലൂടെ അവനും തങ്ങളെപ്പോലെ മാഫിയ ലോകത്തോട്ട് കടക്കാനുണ്ടെന്ന് സ്ട്രൈക്കായി സ്മോക്ക് പറയുന്നൊരു കാര്യം. പണ്ട് അച്ഛൻ അടിച്ചപ്പോൾ എങ്ങോട്ടേലും ഓടിപ്പോവാമെന്ന് പറഞ്ഞ് എത്തിപ്പെട്ടൊരു സ്ഥലമുണ്ട്, മൗണ്ട് ബായു. അടിമകളായിരുന്ന ബ്ലാക്സ് സ്വതന്ത്രരായി ജീവിക്കുന്ന ഒരു നാട്, സേഫായിട്ടുള്ള സ്ഥലം. എന്നാൽ അവിടെ അന്ന് തൻ്റെ അച്ഛനെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് തന്തയെ പോലെ തന്നെ പിഴകളായി തീരുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അവിടെ സേഫാണ്, ഒരു കുഴപ്പവുമില്ല. സൈമിയുടെ അച്ഛനെ അറിയാവുന്നവരവിടെ കാണും. അവിടെ ഭക്തിഗാനം പാടിയോ എങ്ങനെയും ജീവിക്കാം, പോകുന്നതിൽ അങ്ങോട്ടേ പോവുള്ളൂ എന്നൊരു താക്കീതും സ്മോക്ക് നൽകുന്നത് കണ്ട് സൈമി ചൂടായി നിന്നിട്ട് എവിടെ പോയാലും ഈ മാഫിയ ഇരട്ടകളെ കസിനാണെന്നറിയും, എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിങ്ങൾ പറയല്ലേ എന്ന് നിൽക്കുന്നതും സ്മോക്ക് തോക്കൊക്കെ എടുത്തിട്ട് അവനിന്ന് വിരുട്ടുവാണ്. റെയ്മിക്കും സംഘവും പോയിട്ടില്ല. അവർ ക്ലബ് കാണത്തക്ക വിധത്തിലിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നതാണ് അവിടേക്കെത്തുന്ന മേരി കാണുന്നത്. അവൾ അവരോട് കാര്യം തിരിക്കറിഞ്ഞ് ക്യാഷൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കവേ എടുത്തു കാണിക്കുന്നതാകട്ടെ കുറച്ച് കട്ടി സ്വർണ്ണ നാണയങ്ങളും. ഇതേത് രൂപയാണെന്നുള്ള ചോദ്യം കേട്ട് ഇവിടെങ്ങും ഉള്ളതല്ല, ഈ സമയത്തും ഉള്ളതല്ല എന്ന് റെയ്മിക്ക് പറഞ്ഞിട്ട് നിനക്കെന്താ വിഷമമെന്ന് മേരിയുടെ മുഖം മനസ്സിലാക്കി ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം അമ്മ മരിച്ചുപോയതെപ്പറ്റി പറയുന്നതും നമ്മൾ കുറച്ച് നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു, എന്നാൽ അമ്മ മരിക്കില്ലായിരുന്നു. ഞങ്ങൾക്കാകെ വേണ്ടത് കൂട്ടാളികളെയും സ്നേഹവും മാത്രമാണ്. നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങളോടൊപ്പം ചേരണോ എന്ന് ചോദിച്ച് കണ്ണൊക്കെ ചുവന്ന് തിളങ്ങി നിൽക്കുന്നത് കണ്ട് മേരിക്ക് വശപശക തോന്നി. നിങ്ങളെല്ലാം ഇവിടുന്ന് ഇപ്പോൾ തന്നെ വിട്ടോളാൻ പറഞ്ഞു പോകുന്നു. എന്നാൽ അവൾ അറിയുന്നില്ല ഈ രക്ഷസുകൾ അവളെയും കൂട്ടാളിയാക്കാൻ പോവുകയാണെന്ന്. പേർലീനും ഒരു പാട്ടുകാരിയാണ് കേട്ടോ. അവളും നല്ല അടിപൊളിയൊരു പാട്ട് പാടി പാർട്ടി കൊഴുപ്പിക്കുമ്പോൾ പുറത്ത് കോൺബ്രെഡിനടുത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് മേരി. പക്ഷേ ഇത്തവണ കുറച്ച് പ്രശ്നമാണ്. അവൾ വന്നിട്ട് അകത്തേക്ക് കയറ്റെന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ട് പരിങ്ങളോടെ കയറ്റി വിടുവാണ് ബൗൺസർ. സംഭവം ഈ വാമ്പേഴ്സിനെ ക്ഷണിച്ചാൽ മാത്രമേ അവർക്കുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. മുമ്പ് റെയ്മിക്കിനെയും അവർ വിളിച്ച് കയറ്റിയതായിരുന്നു. കുറച്ചു മുമ്പ് അവർ കയറാതെ പുറത്തു തന്നെ നിന്നതും അതുകൊണ്ടാണ്. ആരെങ്കിലും ക്ഷണിക്കണം. നമ്മൾ മുമ്പ് മറ്റൊരു ഗോതിക് ഹൊറായ നൊസ്ഫെരാറ്റുകൾ കണ്ട പോലെ. അങ്ങനെ അകത്ത് കയറി നേരം പോക്കിലിരിക്കുന്ന സ്റ്റാക്കിനെ ഡാൻസിങ് ഹോളിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തായെന്ന് തിരക്കുന്നതും ആ സ്വർണ്ണ നാണയം കാണിച്ചു കൊടുക്കുകയാണ്. സ്റ്റാക്ക് ഇത് കണ്ട് അമ്പരുന്ന് അവരെവിടെ നിന്ന് ചോദിച്ചു നിൽക്കെ മേരി ഒരു ഉമ്മ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ആകെ മൊത്തം എന്തോ ഒരു മാറ്റം തോന്നി അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. സ്മോക്ക് പരിപാടിയെല്ലാം നോക്കി മുകളിൽ അങ്ങനെ നിൽക്കുവാണ് താനും. ബോച്ചോ വന്ന അയാളെ വിളിച്ചുകൊണ്ട് പോകുന്ന തക്കത്തിന് അവളെയും പിടിച്ചൊരു മുറിയിലേക്ക് കയറുമ്പോൾ ഡെൽറ്റ സിലമ്പയെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ട് മുള്ളാൻ പോകുന്ന കോൺബ്രെഡിനെയും റെയ്മിക് പിടികൂടിയിരിക്കുകയാണ്. ബോച്ചോ വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് കളിക്കിടയിൽ കള്ളം കാണിച്ചത് കണ്ടുപിടിച്ചതിന് ഒരുത്തനെ വെട്ടി പരിക്കേൽപ്പിച്ച് നിൽക്കുന്നിടത്ത്. അക്രമി വയലൻ്റായി തന്നെ നിൽക്കുന്നത് കണ്ട് അവനെ സ്മോക്കും കൂട്ടറും ചേർന്ന് കൈകാര്യം ചെയ്യവേ തൊട്ടപ്പുറത്തെ മുറിയിൽ സ്റ്റാക്കിനെ കൈകാര്യം ചെയ്ത മേരിയും. അവളുടെ മുതുക് താണൽ കടിയേറ്റ പാടും. വെട്ടേറ്റവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റാക്കിനെ വിളിക്കാൻ കസിനെ പറഞ്ഞുവിട്ട് സെയ്മി ചെന്ന് ചുറ്റും തിരക്കി കഥക് തുറക്കുന്നതും ഇരുവരും റൊമാൻസിൽ ഏർപ്പെടുന്നത് കണ്ട് തിരികെ സ്മോക്കിനടുത്ത് തന്നെ എത്തി പോയി വിളിക്കാൻ പറയുന്നു. ഈ അത്യാവശ്യ സമയത്ത് വേറൊന്നും നോക്കാതെ വിളിക്കാൻ ചെന്ന് കഥക് തുറക്കുന്നതും കാണുന്നതോ സ്റ്റാക്കിനെ കടിച്ചു പറിക്കുന്ന കാഴ്ച. മേരി ഞെട്ടി എഴുന്നേൽക്കുന്നതും കഴുത്തിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകുന്ന സ്റ്റാക്കിനെ കണ്ട് ഒന്നും മനസ്സിലാവാതെ ഉടൻ തന്നെ തോക്കെടുത്ത് ചറപറ വെടി. അവളവിടെ വീഴുമ്പോൾ ശബ്ദം കേട്ട് പാട്ടും നിന്നെല്ലാവരും എന്താ സംഭവിച്ചെന്ന് നോക്കി നിശബ്ദരും. വീണമേരി ഉടൻ തന്നെ ചോരപൂണ്ട മുഖത്തോടെ ചിരിച്ചുകൊണ്ട് എണീറ്റിട്ട് എല്ലാവരും ഞങ്ങൾ തീർക്കാൻ പോവാണെന്നും പറഞ്ഞ് തെള്ളി മാറ്റിയൊരൊറ്റ ഓട്ടം. തത്രപ്പെട്ടെത്തുന്ന ആനിയും ഡെൽറ്റയും കാണുന്നത് കഴുത്ത് പൊട്ടിക്കിടക്കുന്ന സ്റ്റാക്കിനെ. എന്തു പറ്റിയെന്ന് അന്തിച്ച് ചോദിക്കുന്നതിലും സ്മോക്കിനും എന്തു പറയണമെന്ന് മനസ്സിലാവുന്നില്ല. അവളെന്നെ കടിച്ചു സ്മോക്കെ, എനിക്ക് മരിക്കണ്ട എന്ന് കിടന്ന് പിടയ്ക്കുന്ന സഹോദരനെ നിനക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് മടിയിൽ കിടത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അനക്കം നിൽക്കുന്നു. ആനി എത്രയും പെട്ടെന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാൻ പറയുന്നത് കേട്ട് സ്ലിം പുറത്ത് പാട്ട് പാടാൻ നിൽക്കുന്ന എല്ലാവരോടും പാർട്ടി തീർന്നെന്നും പറഞ്ഞ് പിരിച്ചുവിടുന്നു. അവരെല്ലാം അങ്ങനെ ഇറങ്ങവേ മേരി എല്ലാവരും ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിയത്. ആനിക്ക് ഇത് കേൾക്കുന്നതും എന്തോ പിശക് തോന്നി സ്മോക്കിനോട് സ്റ്റാക്കിൻ്റെ ബോഡി തൽക്കാലത്തേക്ക് പുറത്തു വയ്ക്കാമെന്ന് പറയുന്നതിലും അയാൾ സമ്മതിക്കുന്നില്ല. ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അവനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും മന്ത്രമോ ഏലസോ ഉണ്ടോ എന്ന് വിങ്ങുന്നത് കണ്ട് ഓർമ്മിപ്പിക്കുവാണ് മേരി. അവളെ വെടിവെച്ചിട്ടാണ്, എന്നിട്ട് ചത്തില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട്. സെയ്മിക്കും ഇതൊന്നും വിശ്വസിക്കാനാകാതെ ഷോക്ക്ഡായി നിൽക്കുമ്പോൾ ഗ്രേസ് ആകട്ടെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നമ്മളിവിടെ വന്നത് പാർട്ടിക്കാണ്, ഇതിനല്ല. ലിസ അവിടെ കാത്തിരിക്കുക മനുഷ്യന്ന് പോകാൻ മനസ്സിലാണ് നിൽക്കുന്ന ബോച്ചോയോട് പറയുന്നതോടെ
എന്തായാലും വണ്ടി എടുക്കാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. സ്റ്റാക്കിൻ്റെ പൊടി ആ മുറിയിലിട്ട് തന്നെ പൂട്ടി താക്കോലെടുക്കുമ്പോൾ പെർലിനും പോകാതെ അവിടെ തന്നെ ഉണ്ട്. വൈകാതെ മുള്ളാൻ പോയ കോൺബ്രേഡ് തിരികെ നടന്നു വരുവാണ്. ഞാൻ എത്തിയെന്നും പറഞ്ഞ്. ഇത്രയും നേരം എവിടെ ആയിരുന്നടാ നീ? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. ഒന്നിന് പോയപ്പോൾ രണ്ടിനും കൂടെ പോകാൻ തോന്നി, അതാ ലേറ്റായത്. എന്തായാലും എന്നെ ഒന്ന് അകത്ത് കയറ്റി സ്മോക്കെ, ഞാൻ രണ്ടെണ്ണം അടിക്കട്ടെ എന്ന് നിൽക്കുന്നത് കണ്ട് ആനി നിൽക്കുന്നെന്നും പറഞ്ഞിട്ട് നിന്നെ എന്തിന് ഞങ്ങൾ അകത്തേക്ക് കയറ്റണം, നിനക്ക് ധൈര്യമായി കയറി വരാമല്ലോ. പിന്നെന്താ? കോൺബ്രേഡ് ഇത് കേട്ട് ഞാൻ നിങ്ങളോടുള്ള സംസാരിക്കുന്നത് എന്ന് പറയുന്നതും ആനി സമ്മതിച്ചേക്ക്, നീ മരിച്ചെന്ന്. പുറത്തെ ആ വെള്ളക്കാർ നിന്നെ കൊന്നിപ്പോയിങ്ങനാക്കി വിട്ടതല്ലേ. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഞെട്ടൽ. ബൗൺസർ കേട്ട് നിങ്ങളെന്ത് വിഡിത്തമാണെന്ന് പറയുന്നത്, എന്നാൽ പിന്നെ ഞാൻ പോവുക, എൻ്റെ കൂലിങ് തന്നേക്ക് സ്മോക്കെ എന്ന് കൈ നീട്ടുന്നത് കണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് സ്മോക്ക് മെല്ലെ ക്യാഷ് എടുത്ത് അവന് കൊടുക്കുന്ന ആ ഒരു നിമിഷം കയ്യിൽ കടിക്കാൻ നോക്കുന്നതും വെടിവെച്ചിട്ടിട്ട് നോക്കുമ്പോൾ മുഖമൊക്കെ മാറി യക്ഷിപ്പല്ലും ചോരയുമൊക്കെ എഴുന്നേൽക്കുന്നതും ഇത് കണ്ട് എല്ലാവണ്ണം പേടിച്ചു വെച്ച് നിൽക്കെ വീണ്ടും ആക്രമിക്കാൻ അടുക്കുന്നതും മുറിയിലേക്ക് കയറിയിട്ട് കഥ അടയ്ക്കുന്നു. അകത്തേക്ക് ക്ഷണിക്കാത്തത് കൊണ്ട് അതിന് കയറാനും കഴിയില്ല. എല്ലാവരും ഭീതിയിൽ ഇപ്പോൾ എന്താ കണ്ടത്, ഇത് സത്യമാണോ എന്ന് ധരിച്ചു നിൽക്കെ സ്റ്റാക്ക് കിടക്കുന്ന മുറിയിൽ തട്ടൽ. അവനും വാമ്പയറായി മാറിയിട്ടുണ്ട്. സെയ്മി മെല്ലെ കഥകിനിടയിലൂടെ നോക്കുന്നതും തുറന്നു വിടാൻ പറയുന്നത് കേട്ട് ആനി മുമ്പ് പൾസ് നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. നിന്റെ ശരീരത്തിൽ നിന്ന് ചോര നല്ലോണം വാർന്നു പോയതല്ലേ എന്ന് സ്മോക്ക് പറയുന്നത്, ആ അതല്ലേ, ഇപ്പോൾ കുഴപ്പമില്ല, തുറന്നു വിട് സ്മോക്കെ എന്ന് നിന്നിട്ട് നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നതാണ് കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇമോഷണലി വീക്കാക്കാൻ ശ്രമിക്കുകയാണ്. ആനി പ്രശ്നമാണെന്ന് കണ്ട് കിച്ചണിലേക്ക് ഓടുമ്പോൾ അതേപോലെ സ്മോക്കും തുറക്കാനായി താക്കോൽ മേടിക്കാൻ ആനിക്കടുത്തേക്ക് നടക്കുന്നതും സ്മോക്ക് ചാടിയിറങ്ങി ആക്രമിക്കാൻ തുനിയുന്നതും ആനി എത്തി അവിടെ ഇരുന്ന വെളുത്തുള്ളി അച്ചാറെടുത്ത് ഒഴിക്കുന്നതോടെ പൊള്ളി നൊന്ത രീതിയിൽ സ്റ്റാക്ക് അവിടെ നിന്ന് ഓടി പായുന്നു. മുമ്പ് കോൺബർഡിൻ്റെ മാറ്റം കണ്ടത് ചോദിച്ച് ആനി ഇങ്ങനെ ചെയ്തോടെ ഒരു കാര്യം അവർക്കെല്ലാം ക്ലിയർ ആവുകയാണ്, ഇത് വാമ്പേഴ്സാണ്. ഗ്രേസിന് വെപ്രാളം വന്ന് താൻ ബോച്ചോയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടെന്നും തിരിച്ചു വിളിക്കണമെന്ന് പോകാൻ നിൽക്കുന്നതിലും അവൻ വണ്ടിയെടുത്ത് എവിടെയെങ്കിലും സേഫായി പോയി കാണും, നേരം പുലരും വരെ കാത്തിരുന്നേ പറ്റൂ എന്ന് പറഞ്ഞ് തണുപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആനിയുടെ ബുദ്ധിയിൽ വാമ്പേഴ്സിൽ നിന്ന് രക്ഷ നേടാനായി അവറ്റകൾ ഭയക്കുന്ന വെളുത്തുള്ളിയും തടിക്കുറ്റികളും പുണ്യവെള്ളവും സിൽവറും സെറ്റാക്കി എടുക്കുകയാണ്. വാമ്പയറായിട്ടും സ്റ്റാക്ക് എന്താ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നതും പഴയ പോലെ നടക്കുന്നതും എന്ന് സെയ്മി. ആനിയുടെ കേട്ടറിവ് വെച്ച് പ്രേതങ്ങൾ ഓരോ ശരീരത്തിലും കയറിക്കൊണ്ടിരിക്കും. എന്നാൽ വാമ്പേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല, അതിലും മോശമാണ്. അവരുടെ ആത്മാക്കൾ അവരിൽ തന്നെ പെട്ടുകിടക്കും, പൂർവികർക്കടുത്തേക്ക് പോകാൻ കഴിയാതെ. വെറുപ്പുമായി സൂര്യവെളിച്ചം കാണാതെ മരണമില്ലാതെ അലഞ്ഞു നടക്കും. ഇത് കേൾക്കുന്ന സ്മോക്കിന് എങ്കിൽ ഇവരെ ഇങ്ങനെ ആക്കിയ പ്രധാനിയെ കൊന്നാൽ എല്ലാവരും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷയും. അങ്ങനെ നടക്കില്ല. ആകെ ചെയ്യാവുന്നത് അവരെ കൊന്ന് ആത്മാവിനെ ഫ്രീ ആക്കുക എന്നത് മാത്രം. അതിനുള്ള മാർഗം സൂര്യപ്രകാശവും തടിക്കുറ്റികളും. അതുകൊണ്ട് കുത്തിയാൽ മാത്രമേ വാമ്പേഴ്സ് നശിക്കുകയുള്ളൂ. ഇത്രയും കാലം പൊന്നെ പോലെ കൊണ്ട് നടന്ന സ്റ്റാക്കിനെ പക്ഷേ ഈ ഒരു പുതിയ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ എന്തിന് സംഭവിക്കുന്നു എന്ന് അതിശയിക്കുന്ന സ്മോക്കിനോട് മറുപടി ഉള്ളത് സെയ്മിക്കാണ്. കാരണം അവൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ഇങ്ങനെ പാടിയൊടുവിൽ പിശാചിനെ വിളിച്ചു വരുത്തുമെന്ന്. തൻ്റെ സംഗീതമാണ് ഈ നാശങ്ങളെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് സ്വയം കുറ്റപ്പെടുന്നത് കണ്ട് ഡെൽറ്റ അവനെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ രാത്രി നിന്നെ ആരെങ്കിലും തൊടാമെന്ന അതീയുള്ളവൻ്റെ ജീവൻ കളഞ്ഞിട്ടായിരിക്കും. ആനിക്കാകട്ടെ ഒരുപക്ഷെ അവൾക്ക് കടിയേറ്റാൽ മാറുന്നതിന് മുന്നേ തന്നെ സ്മോക്ക് കൊന്നിരിക്കണം. കാരണം അവരുടെ മരണശേഷം കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അവരുടെ കുഞ്ഞ്. അതുകൊണ്ട് കടി കിട്ടിയാൽ ഉടനെ തടിക്കുറ്റി കയറ്റി കൊല്ലണമെന്ന് നിൽക്കുന്നത് കണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് ആശ്വസിപ്പിക്കുന്നു. ദേ അടുത്ത പ്രശ്നം, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരുവൻ അനക്കമില്ലാതെ ചോരയും ഒഴുകി കിടക്കുന്നു. മേരിയും സ്റ്റാക്കും നേരെ ഇവിടുന്ന് ഓടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തതാര്? എല്ലാവർക്കും പരസ്പരം സംശയം, കൂട്ടത്തിലാരോ വാമ്പയറാണെന്ന്. വീണ് കിടക്കുന്നവന് മാറുന്നതിന് മുന്നേ പുറത്തേക്ക് കൊണ്ടിരുന്ന സ്മോക്കും സെയ്മിയും കാണുന്നതാകട്ടെ കുറച്ചു ദൂരെ പാട്ടും പാടി ആഘോഷിക്കുന്ന റെയ്മിക്കിനെയും ഒരു വലിയ സംഘത്തെയും. അപ്പോൾ പാർട്ടിക്ക് വന്ന് പോയവരെല്ലാം ഇവർ കൂട്ടാളികളാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അപകടം ഗുരുതരമാണെന്ന് മനസ്സിലാക്കി അകത്തു വന്ന് എല്ലാവരും വെളുത്തുള്ളി തിന്നുവാണ്. ഇതിലാരാണ് വാമ്പയർ എന്നറിയാൻ. മടിക്കുന്ന പേളിനെ തോക്ക് ചൂണ്ടി കഴിപ്പിച്ച ശേഷം അവസാനം ഡെൽറ്റ സ്ലിം കഴിക്കവേ അയാൾക്ക് മാറ്റം. നിന്ന് വെപ്രാളപ്പെടുന്നത് കണ്ട് എല്ലാവരും ജാഗ്രതയോടെ നിൽക്കെ ഒന്നുമില്ല, അടിച്ചത് കൂടിപ്പോയിൻ്റെയാണ്. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? ആ കണ്ടത് ചോര തന്നെയാണോ? നോക്കുമ്പോഴോ ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയും. അപ്പോഴത്തെ വെപ്രാളത്തിൽ പറ്റിയൊരു അമിളി. അടിച്ച് ലക്കിട്ട് കിടന്നവനെ പുറത്താക്കി ഇപ്പോൾ അവൻ എണീറ്റ് കഥ തുറക്കാൻ നിന്ന് മുട്ടുവാണ്. സ്മോക്ക് കഥ തുറക്കുന്നതും കോൺബ്രേഡ് ചാടി വീഴുന്നതും ഒരുമിച്ച്. അവൻ കടിച്ചു കീറുന്നത് നോക്കി നിൽക്കെ ബോച്ചോ വരുവാണ്. ഗ്രേസിനോട് ഭാമോളെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് പോയാലോ, ഇല്ലെങ്കിൽ എന്നെ അകത്തേക്ക് കയറ്റ് എന്നും പറഞ്ഞ്. ട്രാപ്പാണെന്ന് ഗ്രേസിനോട് എല്ലാവരും പറഞ്ഞു നിൽക്കെ റെയ്മിക്കും വരുന്നു. അവൻ വന്ന് പറയുന്നത് ഈ ലോകത്ത് നിങ്ങൾക്കൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ല, എന്നാൽ ഞങ്ങളുടെ കൂട്ടാളികളായാൽ അറിയാം സ്വാതന്ത്ര്യം എന്താണെന്ന്. വാമ്പേഴ്സിനെല്ലാം ഒരു മനസ്സാണ്, അവർക്കെല്ലാവരുടെ മൈൻഡും അറിയാനുള്ള കഴിവുണ്ട്. ഗ്രേസിനോട് ബോച്ചോയെ അകത്ത് കയറ്റിയില്ലെങ്കിൽ മകൾ ലീസയ്ക്കടുത്തേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സെയ്മിയെ കണ്ട് നിന്റെ സംഗീതമാണ് ഇവിടേക്ക് എത്തിച്ചതെന്നും നിനക്ക് വേണ്ടിയാണ് വന്നത്, എനിക്കെൻ്റെ ആൾക്കാരെ എല്ലാം കാണണം, നിന്റെ സംഗീതം കൊണ്ട് അവരെ എല്ലാം ആവാഹിച്ചടുത്തേക്ക് എത്തിക്കാൻ കഴിയും, സെയ്മിയെ കിട്ടിയാൽ ഞങ്ങൾ പോയേക്കാമെന്ന് പറയുന്ന കേട്ട് അവൻ മെല്ലെ നടന്നിറങ്ങുന്നതും സ്മോക്ക് പിടിച്ച് നിർത്തുവാണ്.
അവനെ കിട്ടില്ലെന്ന് ഡെൽറ്റയും പേർലിനും പറഞ്ഞു നിൽക്കെ മറ്റു വാമ്പേഴ്സും എത്തി സ്മോക്കിനെ തളർത്താനായി സ്റ്റാക്ക് എത്തുന്നു. ഇതിനിടയ്ക്ക് റെയ്മിക് പറയുന്നൊരു കാര്യം, ഇവർക്ക് ഈ സാമിൽ കൊടുത്ത ഹോഗ്വുഡ് ഉണ്ടല്ലോ ആദ്യം കണ്ടത്, അയാൾ കൂക്ലൈസ് ക്ലാനൊക്കെ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് മാത്രമല്ല ഒരു തീവ്ര റേസിസ്റ്റും കൂടിയാണ്. ഇവിടെ ജൂക്ക് ജോയിൻ നടത്താനുള്ള പരിപാടിയാണെന്നൊക്കെ അറിഞ്ഞ് അടുത്ത ദിവസം വെളുപ്പിന് തന്നെ എത്തി സകലതിനെയും തീർത്തേക്കാൻ ഇവർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞത് അയാളുടെ തന്നെ അനന്തരവളായ ബർട്ടിൻ്റെ മനസ്സിൽ നിന്നും. റെയ്മിക് ഓടിക്കേറിയ വീട്ടിലെ സ്ത്രീ സ്റ്റാക്ക് വന്ന് സ്മോക്കിനെ വരുതിയിലാക്കാനായി നമ്മൾ ഒരിക്കലും ഈ ലോകത്ത് ഫ്രീ ആയിരുന്നില്ല. എന്നാൽ ഇവരുടെ കൂടെ കൂടിയാൽ സ്വാതന്ത്ര്യം എന്താണെന്നറിയാം. നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെയും എന്നോടൊപ്പം നീ വേണം എന്നുള്ള സംസാരം കേട്ട് സ്മോക്ക് അങ്ങ് നടന്നിറങ്ങാൻ തുടങ്ങുന്നതും എല്ലാവരും കൂടി പിടിച്ചു കയറ്റി കഥ അടയ്ക്കുന്നു. ഗ്രേസിന് വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവരെ കൊന്നില്ലെങ്കിൽ മകളെ വേട്ടയാടുമെന്ന് മാത്രമല്ല നാട്ടുകാരെ എല്ലാവരെയും വാമ്പയറാക്കും. എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ എന്ന് നിൽക്കുന്ന സ്മോക്കിനോട് അവൾ ഉടക്കിക്കൊണ്ട് നിൽക്കെ പുറത്തായി വീണ്ടും പാട്ടുപാടുന്ന ശബ്ദം. സകലരും ക്ലബിന് ചുറ്റും കൂടി നിന്ന് പാടുന്ന പാട്ട് കേട്ട് ഗ്രേസിന് സഹിക്കുന്നില്ല. അവൾ ലീസയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ടാണത്. ഇത് കേട്ട് ആദ്യ കയറി ഒടുക്കം സ്മോക്കും ആനിയും ഒക്കെ വാ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടും തള്ളിമാറ്റി പറയുവാണ്, കയറി വാടാ നാശങ്ങളെ. തീർന്ന് ഉടൻ തന്നെ എല്ലാവരും തടിക്കുറ്റിയും ആയുധമൊക്കെ ഒരുങ്ങി നിൽക്കെ കൂട്ടത്തോടെ വാമ്പയറുകൾ ഉള്ളിലേക്ക് കടന്നിരിക്കുവാണ്. പിന്നീട് അങ്ങോട്ട് തീ പാറുന്ന പോരാട്ടം. ബോച്ചോയെ തടിവെച്ച് കുത്തി ഗ്രേസും തീയിൽ വെന്ത് തീരുമ്പോൾ ആനും സേമിയും സകലരും വെടിവെച്ചും കുത്തിയും ഒക്കെ കൊല്ലുവാണ്. അടുത്തേക്ക് എത്തുന്ന റെയ്മിക്കിനെ വെളുത്തുള്ളി അച്ചാറൊഴിച്ച് ആനി പൊള്ളിക്കുന്നതിന് പിറകെ സ്റ്റാക്ക് വന്ന് അവരെ കടിക്കുന്നു. ഇത് കണ്ട് തകർന്നടുത്തു വരുന്ന സ്മോക്കിന് അവരെ കുത്തി കൊല്ലുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. തടിക്കുറ്റി വെച്ച് കുത്തിയാൽ പിന്നെ വാമ്പയർ ആവില്ല. ഇത് കാണുന്ന മേരി ചേരുന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടുന്നതും സ്റ്റാക്ക് അവളെ സേഫാക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്നു. ആനി മരിച്ചതോടെ സേമിയെ സുരക്ഷിതനാക്കാൻ സ്മോക്കിനോടും പേർലിനോടും പറഞ്ഞ് അകത്തെ ജനാല വഴി പുറത്തേക്ക് ഓടാൻ വിട്ടിട്ട് ഡെൽറ്റ ഒറ്റയ്ക്ക് രക്ഷസുകളെ നേരിട്ട് ജീവത്യാഗം ചെയ്യുന്നു. പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതും സേമിയെ പിടിക്കാൻ റെയ്മിക്ക് അതുവഴി ചാടി വരുന്നു. മൽപ്പിടുത്തത്തിൽ പേർലിനും കടികൊള്ളുന്ന പാടെ സ്മോക്ക് തൽക്കാലത്തേക്ക് വെടിവെച്ചിട്ടിട്ട് സെയ്മിയെ സൂര്യോദയം കാണുന്ന ദിശയിലേക്ക് ഓടാൻ പറഞ്ഞ് പുറത്തേക്ക് തള്ളിവിടുന്നു. അവൻ ജനാല വഴി ചാടി ഗിറ്റാറും കയ്യിൽ പിടിച്ച് പോകുന്നതിലും റെയ്മിക്ക് വിടാൻ തയ്യാറല്ല. ഇതേ സമയം വീണ്ടും എത്തുന്ന സ്റ്റാക്ക് സ്മോക്കുമായുള്ള പോരാട്ടത്തിൽ ഒടുവിൽ തടിക്കുറ്റിയുടെ മുനയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരുവാണ്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സെയ്മിയെ കണ്ട് റെയ്മിക്കും ആ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് മാംബോസിസ് നടത്തുന്ന പോലെ വെള്ളത്തിൽ മുക്കവേ മറ്റെല്ലാ വാമ്പേഴ്സും അതേ പ്രാർത്ഥനയോടെ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുവാണ്. സെയ്മിയെ അള്ളി പരിക്കേൽപ്പിക്കവേ കിട്ടുന്ന തക്കത്തിന് കയ്യിലിരിപ്പുള്ള ഗിറ്റാർ വെച്ച് അടിക്കുന്നതും അതിലുള്ള സിൽവർ റെസൊണൻസ് അവൻ്റെ തലയിൽ കയറി പൊള്ളലേൽക്കുന്നതും എല്ലാവർക്കും അതേ വേദന ഉണ്ടാവുന്നു. അത് വലിച്ചു മാറ്റി അവൻ സെയ്മിയെ കടിക്കാൻ അടുക്കുന്നതും ആ സമയം തന്നെ തടിക്കുറ്റി കുത്തി ഇറങ്ങുവാണ്. സ്മോക്ക് അവിടെ എത്തി കുത്തിയിറക്കി സെയ്മിയെ സേഫാക്കാൻ പിടിക്കുന്നതും അതേ വേദനയിൽ മറ്റു വാമ്പേഴ്സ് എല്ലാം കരയവേ സൂര്യോദയം. സൂര്യൻ്റെ പ്രകാശത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും മറ്റുമായ എല്ലാ രക്ഷസുകളും എരിഞ്ഞടങ്ങുന്നു. ഇരുവരുടെയും മുന്നിൽ കത്തിയെരിഞ്ഞു തീരുന്ന റെയ്മിക്കും. സ്വപ്നം പോലും തോറ്റുപോകുന്ന ഒരു രാത്രിക്ക് ശേഷം നഷ്ടങ്ങളോടെ നിൽക്കുന്ന സ്മോക്ക് ട്രങ്കിൽ നിന്നൊരു പെട്ടിയെടുത്ത് വെച്ചിട്ട് താക്കോലും കൊടുത്ത് സെയ്മിയോട് വീട്ടിലേക്ക് പോകാൻ പറയുവാണ്. ആദ്യം തന്നെ ചെന്നിട്ട് ആ ഗിറ്റാർ ഓടിച്ചു കളയാനും പറയുന്നു. സേഫായി വീട്ടിലെത്താനും എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ടെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയ ശേഷമാണ് സെയ്മി വണ്ടി ഓടിച്ച് ആ പള്ളിയിലേക്ക് എത്തുന്നത്. ഈ സമയം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വിളിച്ചു വരുത്തി സ്വന്തം ചോരയും ഭാര്യയും ഉൾപ്പെടെ സകല സുഹൃത്തുക്കളെയും മറ്റും കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ചിന്തയിലിരിക്കുന്ന സ്മോക്കും ഇനിയൊന്നും നോക്കാനില്ല. കഴുത്തിൽ ഏലിസും പൊട്ടിച്ചു കളഞ്ഞ് ആ ബോക്സ് തുറക്കുവാണ്. അതിൽ ഗ്രനേഡും തോക്കുകളും. സാമിലും കൊടുത്ത പൈസ വാങ്ങി കാലത്ത് തന്നെ തീർക്കാൻ വരുന്ന ഹോഗ്വുഡിനെയും സംഘത്തിനെയും കാത്തു നിൽക്കെ അവരും എത്തുവാണ്. പള്ളിയിലേക്ക് തള്ളിക്കയറുന്ന സെയ്മിയെ കണ്ട് എല്ലാവരും പരിഭ്രാന്തരാകുന്നതിന് പിറകെ അടുത്തേക്ക് വരാൻ വിളിക്കുന്ന അച്ഛൻ കെട്ടിപ്പിടിച്ച് ഗിറ്റാർ താഴെയിടാൻ പറയുന്നത് കേട്ട് നടന്നതെല്ലാം ആലോചിച്ച് വിറച്ചു നിൽക്കുന്നു. സാമിൽ ലോക്ക്ഡൗൺ ആണെന്നും പറഞ്ഞ് നിൽക്കുന്നതും ദൂരെ നിന്നും വെടിയുണ്ടകൾ. ഒളിച്ചിരുന്ന് വെടിവെക്കുന്നതിന് പിറകെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അടുത്ത തൂക്കമെടുത്ത് എല്ലാറ്റിൻ്റെയും നെഞ്ചത്തോട്ട് വെടിമേട് വയ്ക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ വണ്ടിയിലേക്ക് ഗ്രനേഡ് ഇട്ടുമൊക്കെ കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് സ്മോക്കിൻ്റെ വയറ്റിലേക്കും വെടിയുണ്ട തുളച്ചു കയറുന്നു. പരിക്കുകളുമായി രക്ഷപ്പെടാൻ എഴുതുന്ന ഹോഗ്വുഡിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റും പിടിച്ച് വലിച്ച് അവശനായി ഇരുന്ന് പോകുന്നതും മുന്നിൽ ആനയും കുഞ്ഞും. സിഗരറ്റിൻ്റെ സ്മോക്ക് കുഞ്ഞിനടിക്കരുതെന്ന് ആനി പറയുന്നത് കേട്ട് അതും കളഞ്ഞ് കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കൈ നീട്ടുന്നതും ഹോഗ്വുഡ് പൈസ എത്ര വേണേലും തരാം വെറുതെ ഇവിടുന്ന് കരയുന്നത് കണ്ട് അവനെയും ശേഷിക്കുന്ന ഉണ്ടകളൊക്കെയും ഇൻസ്റ്റാൾ ചെയ്യിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് നോക്കുവാണ്. സ്മോക്കും അവൻ്റെ കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ കളയാൻ പറഞ്ഞ ആ ഗിറ്റാർ അതവൻ കളഞ്ഞില്ല. സെയ്മിക്ക് അവൻ്റെ ജീവനോളം വിലയുണ്ടായിരുന്നു അതിന്. അവൻ്റെ ജീവിതം തന്നെ ആ ഗിറ്റാറിലായിത്തീരുന്നു. അവൻ അവിടെ വിട്ട് ഷിക്കാഗോയിലേക്ക് പോയി അവിടെ പ്രശസ്തനായ ഒരു ബ്ലൂസ് മ്യൂസീഷ്യനായി തീർന്നു. കാലങ്ങൾക്ക് ശേഷം 1992 പെർലിൻ്റെ പേരും കൊടുത്തിട്ടുള്ള സ്വന്തം ക്ലബിൻ്റെ ഒരു പെർഫോമൻസും കഴിഞ്ഞ് ബാറിൽ പ്രൈവറ്റായി ഇരിക്കവേ രണ്ടുപേർ കാണണമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നതായി പറയുന്നു കേട്ട് അകത്തേക്ക് വിടാൻ നിർദ്ദേശിക്കുന്നു. ആ രണ്ടുപേരോ സ്റ്റാക്കും മേരിയും. പുതിയ കാലത്തെ ലുക്കിലും സ്റ്റൈലിലും എത്തുന്ന അവർ അപ്പോൾ ആ ദിവസം നശിച്ചിട്ടില്ലായിരുന്നു. വാമ്പേഴ്സ് വ്യത്യസ്തരാണെന്ന് ആനി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ്. അവർ നശിക്കില്ല. അവരെ അങ്ങനെ ആക്കി അവർ നശിച്ചാൽ പോലും ഓരോന്നായി കൊന്നാൽ മാത്രമേ പറ്റുള്ളൂ. അന്ന് ആനിയുടെ മരണത്തിന് ശേഷം മേരി അവിടെ നിന്ന് കടത്തിയിട്ട് വീണ്ടും സ്റ്റാക്ക് എത്തിയപ്പോൾ സ്മോക്കിൻ്റെ തടിക്കുറ്റിയുടെ മുനയിൽ വരെ എത്തിയ ജീവൻ അന്ന് എടുക്കാതെ വിട്ടത് ഒരേ ഒരു പ്രോമിസ് ചോദിച്ചുകൊണ്ടായിരുന്നു. സെയ്മിയെ വേട്ടയാടാതിരിക്കാനും
അവനവൻ്റെ ജീവിതം ജീവിക്കാനുള്ള അവസരം കിട്ടണമെന്നുമുള്ള സ്മോക്കിൻ്റെ ഡിമാൻഡിൽ സ്വന്തം സഹോദരനെ വിട്ടയച്ചപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇത്രയും പ്രായമായി മരണം അടുത്തിരിക്കുന്ന ഈ സമയം മരണമില്ലാത്തൊരു ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. സ്റ്റാക്കും മേരിയും ജീവിക്കുന്ന ജീവിതം. സെയ്മിക്ക് ജീവിതം ജീവിച്ചിടത്തോളം മതിയായിട്ടുണ്ട്. ഇനി വരുന്ന പോലെ എന്ന് പറഞ്ഞ് ആ ഓഫർ വേണ്ടെന്ന് വെച്ചിട്ട് അവർക്കായി അയാൾ ഒരു നല്ല പാട്ട് പാടിക്കൊടുക്കുവാണ്. പണ്ട് സ്റ്റാക്ക് ആദ്യമായി സെയ്മിൽ നിന്നും കേട്ട ആ സംഗീതം. അങ്ങനെ അതും കേട്ട് കെട്ടിപ്പിടിച്ച് പോകുന്ന സ്റ്റാക്കിനെയും മേരിയും നിർത്തിയിട്ട് സെയ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ആ ദിവസം, അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നോ എന്ന് സ്റ്റാക്കിനോട് ചോദിച്ചാൽ തീർച്ചയായും. കാരണം അന്നാണ് അവനവൻ്റെ സഹോദരനെ അവസാനമായി കണ്ടത്, സൂര്യനെ അവസാനമായി അനുഭവിച്ചത്, കുറച്ച് മണിക്കൂറത്തേക്കാണെങ്കിലും സ്വതന്ത്രനായി തോന്നിയത്. ഇതും പറഞ്ഞു പോകുന്ന സ്റ്റാക്കിനെയും മേരിയും നോക്കിയിരിക്കുന്ന സെയ്മിയിലൂടെ പാപികളായ മനുഷ്യരുടെ കാഴ്ചകൾ ഇവിടെ തീരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു സിന്നേഴ്സ്? എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്നും പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസുമായി സീ യു സൂൺ.